രാജ്യവിരുദ്ധ ഭീകരവാദ കൊലപാതക കേസുകളിൽ അറസ്റ്റിലായ അയൂബ് ടിയെയും അബ്ദുൾ റഷീദിനെയും എൻഐഎ വീണ്ടും ചോദ്യം ചെയ്യുന്നു. പാലക്കാട് ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ട അയൂബിനെ പാലക്കാട് എത്തിച്ചും തെളിവെടുപ്പ് നടത്തി. പ്രതികളുടെ എൻഐഎ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും. പാലക്കാട്ടെ RSS പ്രവർത്തകൻ ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികൾക്ക് അയൂബ് ആയുധ പരിശീലനം നൽകിയതായി കണ്ടെത്തിയിരുന്നു. ഇത് സംബന്ധിച്ച വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് അയൂബിനെ പാലക്കാട് എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. അയൂബിനൊപ്പം മറ്റൊരു പ്രതി അബ്ദുൾ റഷീദും എൻഐഎ കസ്റ്റഡിയിലുണ്ട്. 2 മാസം മുമ്പായിരുന്നു അബ്ദുൾ റഷീദ് കീഴടങ്ങിയത്. ഒളിവിലായിരുന്ന അബ്ദുൾ റഷീദിനെയും അയൂബിനെയും കുറിച്ച് വിവരങ്ങൾ കൈമാറുന്നവർക്ക് 7 ലക്ഷം രൂപയുടെ പാരിതോഷികം എൻഐഎ പ്രഖ്യാപിച്ചിരുന്നു. എറണാകുളം എടവനക്കാട് സ്വദേശിയായ അയൂബും കോടതിയിൽ കീഴടങ്ങുകയായിരുന്നു. PFIയുടെ മുഖ്യ ആയുധ പരിശീലകനായിരുന്ന അയൂബ് ടിയെ 2022-ൽ എൻഐഎ രജിസ്റ്റർ ചെയ്ത കേസിൽ 69-ാം പ്രതിയായിരുന്നു. അയൂബ് ഒളിവിൽ കഴിഞ്ഞിരുന്ന തമിഴ്നാട്ടിലടക്കം എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. മംഗലാപുരത്തും അയൂബ് ഒളിവിൽ കഴിഞ്ഞിരുന്നു. അയൂബും അബ്ദുൾ റഷീദും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന നിരവധി തെളിവുകളും എൻഐഎക്ക് ലഭിച്ചിട്ടുണ്ട്. അയൂബിന്റെ വീട്ടിൽ നടന്ന റെയ്ഡിൽ PFI ഭീകരവാദികൾ തയ്യാറാക്കിയ ഹിറ്റ് ലിസ്റ്റുകൾ കണ്ടെത്തിയിരുന്നു. ജനം, കൊച്ചി.